بسم الله الرحمن الرحيم. روى البخاري عن ابن عباس رضي الله عنهما قال كان النبي صلى الله عليه وسلم جالسا يوما مع صحابه يتحدث. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫഅഖ്ബല ഇലൈഹി അഅറാബിയ്യൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ ആ സദസ്സിലേക്ക് കയറി വന്നു. അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിങ്ങനെ ഇരുന്നിട്ട് നബിയോട് ചോദിച്ചു, മത്ത സഅത്ത് യാ റസൂലല്ലാഹ്, എന്നാണ് അന്ത്യനാൾ ഉണ്ടാകുക? അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല, ആ ചോദ്യം അവഗണിച്ചു. കൂട്ടത്തിലിരുന്ന സഹാബാക്കളിൽ ചിലര് പറഞ്ഞു ലം യസ്മഉ, അദ്ദേഹം ചോദിച്ചത് നബി കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് മറുപടി പറയാത്തത്. മറ്റു ചിലര് പറഞ്ഞു അല്ല, നബി കേട്ടിട്ടുണ്ട്, ചോദ്യം കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ചോദ്യം നബിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് മറുപടി പറയാത്തത്. ഏതായിരുന്നാലും വിശ്വാസങ്ങൾ സംസാരം തുടർന്നു വന്ന സംസാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നബിയുടെ സംസാരം അവസാനിച്ചപ്പോൾ വിശ്വാസം ചോദിച്ചു, ആ ചോദിച്ചയാൾ എവിടെ? നേരത്തെ എന്നോട് ഒരു ചോദ്യം ചോദിച്ച അയാൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗ്രാമീണൻ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ ചോദിച്ചത്, ഞാനാണ് ആ ചോദ്യം ചോദിച്ചയാളെ തോന്നുന്നത്. അപ്പൊ നബി വിശ്വാസം അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ നുയ്യത്തിൽ അമാനത്ത് ഫന്തദിരിസ, നീ ചോദിച്ചത് അന്ത്യനാൾ എന്നാണ് ഉണ്ടാകുക എന്നല്ല നീ ചോദിച്ചത്. അമാനത്ത് നഷ്ടപ്പെട്ടാൽ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു. അമാനത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലുള്ള അമാനത്ത് നഷ്ടപ്പെടുക. കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ അമാനത്തില്ല, വാങ്ങുന്നവന് വാങ്ങുന്നതിൽ അമാനത്തില്ല, ജോലിക്കാർക്ക് അവരുടെ ജോലിയിൽ അമാനത്തില്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവർക്ക് ഉത്തരവാദിത്തത്തിൽ അമാനത്തില്ല. എല്ലാം ഒരു ചടങ്ങായി മാറുന്നൊരു കാലം വന്നാൽ അന്ത്യനാളിനെയും നീ പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഈ അമാനത്ത് എങ്ങനെയാണ് നബിയെ നഷ്ടപ്പെടുക? അപ്പോൾ വിശ്വാസം പറഞ്ഞു, ഇതാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹ, ഓരോ കാര്യവും അത് ഏറ്റെടുക്കാൻ അർഹതയില്ലാത്ത ആൾക്കാരെ ഏൽപ്പിക്കപ്പെടുന്ന കാലം വന്നാൽ അർഹതയില്ലാത്തവൻ അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുക, അർഹതയില്ലാത്ത ചുമതല ഏറ്റെടുക്കുക. അപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാകുക. ഈ അന്ത്യനാൾ എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ലോകത്തിന്റെ മൊത്തം അവസാനം എന്നും ആകാം, അല്ലെങ്കിൽ ആ കാര്യത്തിന്റെ അവസാനം എന്നും ആകാം. ഒരു കാര്യം അവസാനിക്കുക, ഓരോ കാര്യങ്ങൾക്കും ഓരോ യോഗ്യതയുണ്ട് ഏറ്റെടുക്കാൻ. ഒരാൾ കച്ചവടം ചെയ്യുന്ന ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. സത്യസന്ധത ഇല്ലാത്ത കച്ചവടം ചെയ്താൽ കച്ചവടം പൊട്ടും. തൽക്കാലം ജയിക്കും, ലാഭകരമാണ്, പക്ഷെ കച്ചവടം അവസാനം പൊട്ടിപ്പോകും. അതാ ആ കച്ചവടത്തിന്റെ അന്ത്യനാളാണത്. കൃഷി ചെയ്യുന്ന കർഷകനുണ്ടായിരിക്കേണ്ടത് തവക്കുലാണ്. തവക്കുലില്ലാത്തവൻ കൃഷി ചെയ്താൽ ആ കൃഷി നശിക്കും, അതുകൊണ്ട് അവന്റെ നാശം ഉണ്ടാകും. ഒരു കല്യാണത്തിന് വേണ്ടി ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടത് സൽസ്വഭാവമാണ്. സൽസ്വഭാവമില്ലാത്തൊരു ഇണയെ തെരഞ്ഞെടുത്ത ദാമ്പത്യ ജീവിതം തകരും. ദാമ്പത്യത്തിന്റെ അന്ത്യനാളായി ആ കുടുംബം തകർന്ന് അവസാനിക്കുക. ഒരു ഇമാമിനെ നിയമിക്കുമ്പോൾ നോക്കേണ്ടത് ഇമാമിന് അറിവുണ്ടോ എന്നാണ്. അറിവില്ലാത്ത ഒരാളെ ഇമാമായി നിശ്ചയിക്കപ്പെട്ടാൽ ആ മഹലിന്റെ അധോഗതിയായിരിക്കും. ഒരു ജഡ്ജിയെ തീരുമാനിക്കുമ്പോൾ ജഡ്ജിക്ക് ഉണ്ടാകേണ്ട നീതിബോധമാണ്. നീതിയില്ലാത്തയാളെ ജഡ്ജിയാക്കിയാൽ ആ നീതിബോധമില്ലാത്ത വിധികൾ ഉണ്ടായിത്തീരും. ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത് അദ്ദേഹത്തിന് നീതിബോധം ഉണ്ടോന്ന്. ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ യോഗ്യത നീതിയാണ്. അപ്പൊ നീതിബോധമില്ലാത്ത ഒരു പഞ്ചായത്ത് മെമ്പറെ, ഒരു മുനിസിപ്പൽ കൗൺസിലറെ തെരഞ്ഞെടുത്താൽ ആ വാർഡിന്റെ അധോഗതിയായിരിക്കും, ഒരു പുരോഗതി ഉണ്ടാവില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി അധികാരം ഈ നീതിബോധം ഇല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്താൽ രാജ്യം അധോഗതിയാണ്, രാജ്യത്തിന്റെ പുരോഗതി നഷ്ടപ്പെടും. അതാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് കേരളത്തിലുണ്ടായ ഒരു വിധിയുണ്ടല്ലോ, പൊതുസമൂഹം മുഴുവനും വിശ്വസിച്ച പ്രതി രക്ഷപ്പെടുകയാണ്, അയാൾ പ്രതിയല്ല എന്ന് പറയാണ്. നീതിബോധം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അസ്തമിക്കും, അങ്ങനെ അവസാനം ലോകവും അവസാനിക്കും. ഇങ്ങനെയാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്നാണ് വിശ്വാസം പറയുന്നത്. അതുകൊണ്ട് ഓരോ കാര്യത്തിന് അർഹതയുള്ളവരെ മാത്രം ഏൽപ്പിക്കുക, പണത്തിനും അധികാരത്തിനും വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.